നമസ്കാരം. എന്താണെന്നറിയില്ല, മാതൃഭൂമി തുറന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ മാത്രമേ കാണാനുള്ളൂ. സുരേഷ് ഗോപി ഇതാ വോട്ട് ചെയ്യാൻ പോകുന്നു, പുറത്തിറങ്ങുന്നു, ആക്ഷൻ കാണിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. ഇത് മാത്രമേ മാതൃഭൂമിയിൽ കാണാനുള്ളൂ. ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഈ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ മാതൃഭൂമി വല്ലാതങ്ങ് സുരേഷ് ഗോപിയെ സുഖിപ്പിച്ചുകൊണ്ട്, സുരേഷ് ഗോപിയെ വല്ലാത്ത രീതിയിൽ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നിരവധി വാർത്തകൾ ഇറക്കുന്നുണ്ട്. ഇന്നതാ രഞ്ജി പണിക്കർ വോട്ട് ചെയ്ത് പുറത്തിറങ്ങുകയാണ്. സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള, സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനെ സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റിയ സംവിധായകനാണല്ലോ രഞ്ജി പണിക്കർ. ഇന്നും സുരേഷ് ഗോപിയുടെ ഏറ്റവും ബെസ്റ്റ് സിനിമകൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഫേവറേറ്റ് സിനിമകൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ പറയും രഞ്ജി പണിക്കരുടെ പടങ്ങളാണ് ഞങ്ങളുടെ ഫേവറേറ്റ് സിനിമ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ രഞ്ജി പണിക്കർ ഇറങ്ങി വരുന്നു. മാധ്യമപ്രവർത്തകരെ നോക്കിയപ്പോൾ രഞ്ജി പണിക്കർ വരുന്നുണ്ട്. എന്നാൽ സുരേഷ് ഗോപിനെ പറ്റി രണ്ട് ചോദ്യം ചോദിച്ചു നോക്കാം. സുരേഷ് ഗോപി ജയിക്കുമല്ലോ എന്ന് ചോദിക്കാം. സുരേഷ് ഗോപി ഇപ്പൊ ജയിക്കുമെന്ന് രഞ്ജി പണിക്കർ പറയുമെന്ന് വിചാരിച്ചു. മാതൃഭൂമിയും നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത നന്നായിട്ട് ഉള്ള ടീമുകളൊക്കെ കോലുമായിട്ട് നേരെ ചെല്ലുകയാണ് രഞ്ജി പണിക്കരുടെ അടുത്ത്. എന്നിട്ട് ഒരൊറ്റ ചോദ്യം, രഞ്ജിത്തേട്ടാ, അതെ, ഈ സുരേഷ് ഗോപി ജയിക്കുമോ എന്ന്. സത്യത്തിൽ രഞ്ജി പണിക്കരുടെ കാര്യം മനസ്സിലായി. എടാ കുത്തിത്തിരപ്പന്മാരെ, നിങ്ങൾ ഈ കോലും പിടിച്ച് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ തന്നെ രഞ്ജി പണിക്കരുടെ ചിരി, ഒരു മാസ് ചിരി, ചിരിക്ക് ശേഷം പിന്നൊരു മാസ പ്രതികരണം. ഒരു കാലത്ത് ഹിറ്റ് മേക്കേഴ്സ് ആയിരുന്നു രഞ്ജി പണിക്കർ, സുരേഷ് ഗോപി കൂട്ടുകെട്ട്. താങ്കൾ സുരേഷ് ഗോപിയുടെ വിജയം ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, കുഴപ്പിക്കലൊന്നുമില്ല. എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമല്ല. ഏറ്റവും അസുന്ദരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് നമുക്കൊക്കെ ബോധ്യമുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിന് ഈ സിസ്റ്റത്തിൽ, അത്തരം ജനാധിപത്യം എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ അത് കെട്ടുപോകുന്ന സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ അതിന് ഗുരുതരമായ പ്രതിസന്ധികൾ നേരിടേണ്ടുന്ന ഘട്ടത്തിൽ തീർച്ചയായും ജനാധിപത്യം അതിൻ്റേതായ പരിഹാര മാർഗങ്ങൾ അതൊരു ഓർഗാനിക്കായിട്ട് കണ്ടെത്താറുണ്ട്. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ അത് കണ്ടതാണ്. ഒരുപക്ഷെ ഇന്ത്യൻ ജനത ഇത്രയധികം രാഷ്ട്രീയ ബോധം ഒരുപക്ഷെ ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാലത്ത്, ഇത്രയധികം കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളില്ലാതിരുന്ന കാലത്ത്, ആളുകൾക്ക് അക്ഷരാഭ്യാസം ഇതിനേക്കാളൊക്കെ വളരെ കുറവായിരുന്ന കാലത്ത്, പത്രം വായിക്കുന്ന ആളുകളുടെ എണ്ണം ഒരുപക്ഷെ കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ വളരെ കുറവായിരുന്ന കാലത്തൊക്കെ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപകടസന്ധിയെ തരണം ചെയ്യുന്നതിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാലവും ജനാധിപത്യം അങ്ങനെയാണ് പ്രവർത്തിക്കുക. അതിൻ്റെ എല്ലാ പരിമിതികൾക്കും പരാധീനതകൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന് അതിൻ്റെതായ ഒരു മെക്കാനിസമുണ്ട് എന്ന് വിശ്വസിക്കുന്ന വോട്ടറാണ്. ഒരു കാലത്ത് ഹിറ്റ് മേക്കേഴ്സ് ആയിരുന്നു രഞ്ജി പണിക്കർ, സുരേഷ് ഗോപി കൂട്ടുകെട്ട്. താങ്കൾ സുരേഷ് ഗോപിയുടെ വിജയം ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, കുഴപ്പിക്കലൊന്നുമില്ല. എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമല്ല. അതിലെൻ്റെ മറുപടി ഉണ്ടല്ലോ. നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് മാപ്രകളോട് പറയുന്ന രീതിയിൽ ഗംഭീരമായിട്ടുള്ള പ്രതികരണം. എൻ്റെ വോട്ട് അത് സുരേഷ് ഗോപിക്കല്ല. പുള്ളിയുടെ രാഷ്ട്രീയമല്ല എൻ്റെ രാഷ്ട്രീയം. ഞാൻ ഇത്തരം വർഗീയ രാഷ്ട്രീയത്തിനെതിരാണ് എന്ന് നല്ല വെടുപ്പായിട്ട് അങ്ങ് അണ്ണാക്കിലടിച്ച് മാപ്രകൾ കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. കോലും പിടിച്ച് പോവുകയും ചെയ്ത്, മേടിച്ചു കൂട്ടിയ ശേഷം കൊടുക്കാതിരിക്കാനും വയ്യ, അവസാനം ടെലികാസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയും വന്നു. എന്തായാലും തൃശ്ശൂരിൽ ഇക്കുറി സുരേഷ് ഗോപിയെ വല്ലാത്ത രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി പല ഓൺലൈൻ മാധ്യമങ്ങളും നന്നായി തന്നെ പണിയെടുക്കുന്നുണ്ട്. പക്ഷേ ഇത് കേരളമാണല്ലോ, ഇവിടെ ഇമാതിരി നമ്പർ ഒന്നും നടക്കില്ലെന്നേ.